ജനുവരിയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തവരുടെ ഡയസ്നോൺ എൻട്രി ചെയ്യേണ്ടത് ഫെബ്രുവരിയിലെ ബില്ലിൽ ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഫെബ്രുവരിയിലെ ബിൽ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഡയസ്നോൺ എൻട്രി നൽകേണ്ടത്. അത് എപ്രകാരം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി സ്പാർക്ക് തുറക്കുക. മെയിൻ മെനുവായ സാലറി മാറ്റേഴ്സ് ഓപ്പൺ ചെയ്ത് ചേഞ്ചസ് ഇൻ ദ മന്തിന് വലതുവശത്തായി ഏറ്റവും താഴെ കാണുന്ന ഡയസ്നോൺ എന്ന മെനുവിന്റെ വലതുവശത്തേക്ക് തുറന്നു വരുന്ന ഉപമെനുവായ ബാച്ച് ഡയസ്നോൺ എന്നത് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ സമരത്തിൽ പങ്കെടുത്തതായ ദിവസമോ ദിവസങ്ങളോ റൺ ടു എന്നതിൽ നൽകുക. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്നത് അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവും. തുടർന്ന് ഏത് മാസത്തിലെ ബില്ലിലാണ് ഡയസ്നോൺ പിടിക്കേണ്ടത് എന്നുള്ള കോളത്തിൽ ഫെബ്രുവരി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇയർ എന്നിടത്ത് 2024 നൽകി സെലക്ട് എംപ്ലോയി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എംപ്ലോയീസിന്റെ ലിസ്റ്റ് അവിടെ വരുന്നുണ്ടാവും. എല്ലാവരും സമരത്തിൽ പങ്കെടുത്തവരാണ്. അവരുടെ എല്ലാം ഡയസ്നോൺ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നീല റിബണിൽ വലതുവശത്ത് കാണുന്ന ചെറിയ കോളത്തിൽ ടിക്ക് ഓപ്ഷൻ നൽകി എല്ലാവരെയും സെലക്ട് ചെയ്യാം. അതല്ല ഒരാളോ കുറച്ചുപേരെയോ ഉള്ളൂ എങ്കിൽ ഡയസ്നോൺ അപ്ഡേറ്റ് ചെയ്യേണ്ട എംപ്ലോയിയുടെ പേരിന് നേരെ കാണുന്ന ബോക്സിൽ ടിക്ക് ചിഹ്നമിടുക. കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സെലക്ടഡ് എംപ്ലോയീസിന്റെ ഡയസ്നോൺ സക്സസ്ഫുൾ ആയി അപ്ഡേറ്റ് ചെയ്തതായി ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ കൊടുക്കുക. തുടർന്ന് ഫെബ്രുവരി മാസത്തെ ബില്ല് പ്രോസസ് ചെയ്യുമ്പോൾ അതിൽ ഡയസ്നോൺ എൻറ്റർ ആയിട്ടുണ്ടാവും. ഇനി ആരുടെയെങ്കിലും ഡയസ്നോൺ കൊടുത്തത് തെറ്റായി അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു ജീവനക്കാരന്റെ പേരിൽ ഡയസ്നോൺ നമ്മൾ സെലക്ട് ചെയ്തു പോയി എങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും സ്പാർക്കിലുണ്ട്. അതിനായി സ്പാർക്കിലെ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദ മന്തിന് വലതുവശത്തായി ഏറ്റവും താഴെ കാണുന്ന ഡയസ്നോൺ എന്ന മെനുവിന്റെ വലതുവശത്തേക്ക് തുറന്നു വരുന്ന ഉപമെനുവായ ഡയസ്നോൺ ക്യാൻസലേഷൻ മെനു തുറന്ന് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. അത് അപ്രൂവ് ചെയ്യേണ്ടത് കൺട്രോളിംഗ് ഓഫീസറായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഡയസ്നോൺ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.